സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് മോദി ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തും എന്നറിഞ്ഞതോടെ സുരക്ഷയുടെ ഭാഗമായി അന്ന് അവിടെ നടക്കാനിരുന്ന 12ഓളം കല്യാണങ്ങളുടെ സമയം മാറ്റിവെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അന്ന് നടത്താനിരുന്ന തുലാഭാരവും ചോറൂണും ഒക്കെ തന്നെ നടത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, മോദി രാവിലെ വന്ന് കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വരെയുള്ള സമയത്ത് ഭക്തന്മാർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലുള്ള സൈബർ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ 12 വീടുകാരുടെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളുടെ വിഷമം, അതേപറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല, അക്കാര്യം ചർച്ചയാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി വന്ന ആളുകളുണ്ടാവും, അവരെ സംബന്ധിച്ച് അതൊരു വലിയ തീരാ വിഷമമായി മാറുന്നുണ്ട്. അതിനെപ്പറ്റി ചർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിവാദങ്ങൾക്കൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത്, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളെ ആരെയും ഈ ഭക്തർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ മുഹൂർത്തം കുറിച്ച് കല്യാണം നടത്താൻ എത്തുന്ന ആ ഭക്തരെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ ചോറൂണ് നടത്താൻ എത്തുന്ന ആ കുട്ടികളെ പറ്റിയിട്ടോ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടോ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ആരും ഇതുവരെ സംസാരിച്ചതായി കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ KP ശശികല ടീച്ചർ അവരിത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഭക്തർക്ക് വേണ്ടി ആദ്യം ചാടിയിറങ്ങി ഭക്തർ ഉണരണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ശശികല ടീച്ചറെ ഈ ഭാഗത്തെങ്ങും കണ്ടില്ല എന്നുള്ളത് ഒരു ഇരട്ടത്താപ്പിന്റെ ഭാഗമായി തന്നെ കാണേണ്ടതാണ്. മാത്രമല്ല, വത്സൻ തില്ലങ്കരിയെ അടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ തന്നെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി നിന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെയുള്ള വിശ്വാസം സംരക്ഷിക്കാൻ അവരെയും ഇപ്പോൾ രംഗത്ത് കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. രണ്ടാമത്തേത്, തിരുവനന്തപുരത്താണ് ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള റിസപ്ഷനൊക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന ചടങ്ങ് മറ്റേതെങ്കിലും ഒരു അമ്പലത്തിലേക്ക് നടത്താവുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെ പ്രശസ്തമായ അമ്പലങ്ങളിൽ നടത്തുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ആഗ്രഹമായിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ തന്നെ കല്യാണം നടത്തണം എന്നുള്ളത്. അത് നമുക്ക് അംഗീകരിക്കാം. അതേസമയം ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് വിവാഹം നടക്കേണ്ട അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ടി വരുന്ന ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്തിനാണ് അവിടെ ഒരു കല്യാണം നടത്തുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ ആയിട്ട് നടത്താനാണെങ്കിൽ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ താലികെട്ട് കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഓഡിറ്റോറിയം ബുക്ക് ചെയ്താൽ മതി. മോദിക്ക് അവിടെ വന്ന് നമ്മുടെ വധുവരന്മാരെ ആശീർവദിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ മോദി ഗുരുവായൂർ അമ്പലത്തിൽ നേരിട്ട് വരും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതായത് രണ്ടാം തവണ മോദി ജയിച്ച ശേഷം ആദ്യം എത്തിയത് ഗുരുവായൂരിലേക്കായിരുന്നു. ഇനി ഇലക്ഷന് അവിടെ നിർത്താൻ പോകുന്നത് നമ്മുടെ സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, മോദി ഫാക്ടർ ഇവിടെ വർക്കാകും എന്നാണ് BJP നേതാക്കളുടെ എപ്പോഴത്തെയും ഒരു വിശ്വാസം. അപ്പോൾ ഗുരുവായൂർ അമ്പലവുമായി കണക്ട് ചെയ്ത് സുരേഷ് ഗോപിയെ അവിടെ കണക്ട് ചെയ്യാൻ സാധിച്ചാൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്നുള്ള വ്യക്തമായ ധാരണ കൂടിയാണ് ഗുരുവായൂർ കല്യാണത്തിന് മോദി നേരിട്ടെത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തേത്, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, അദ്ദേഹം തൃപ്രയാറുള്ള ശ്രീരാമക്ഷേത്രം സന്ദർശിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് തൃശ്ശൂരിൽ ഗുരുവായൂരിൽ കല്യാണത്തിന് എത്തുന്ന മോദി അതേസമയം തൃപ്രയാർ കൂടി എത്തുമ്പോൾ 10-32 കിലോമീറ്ററോളം മറ്റൊരു കുരുക്ക് കൂടി വരുന്നുണ്ടെങ്കിൽ പോലും അതൊരു റോഡ് ഷോ ആക്കി മാറ്റാനുള്ള നീക്കങ്ങൾ മോദിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഇവിടെ പ്രശസ്തമായി വരുന്നുണ്ട്. അത് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ശ്രമവും കൂടി തൃശ്ശൂരിൽ മോദിയുടെ വരവ് കൂടി നടത്തുന്നുണ്ട്. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം എങ്ങനെ ഇലക്ഷൻ ബ്രാൻഡായി ഉപയോഗിക്കാം എന്നാണ് കൃത്യമായി ഇപ്പോൾ BJP നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്ന പ്ലാനിലൂടെ വ്യക്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ പേരിൽ ഇപ്പോഴും സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ പറയുന്നത് ഇവിടെ ഗുരുവായൂരിൽ അത്തരത്തിൽ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി മുഹൂർത്തം കുറിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ വീടുകളിൽ നിന്ന് അവിടെ എത്തുന്ന ആളുകൾ, കൃത്യമായി മുഹൂർത്തം കുറിച്ചെത്തുന്ന ആളുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. അവർ ആ സമയത്ത് തന്നെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന കല്യാണം മുഹൂർത്തം കുറിച്ചുള്ളതല്ല എന്നാണ് അഭിപ്രായമെങ്കിൽ ഈ വധുവരന്മാർ തിരിച്ച് ഗൃഹപ്രവേശനം ചെയ്യേണ്ട ഒരു ചടങ്ങുണ്ട്. അതിന് കൃത്യമായ സമയം എന്തായാലും ജ്യോത്സ്യന്മാർ കുറിച്ച് നൽകിയിട്ടുണ്ടാകും. ആ സമയത്തിനുള്ളിൽ ഈ 12 കുടുംബങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ്. ഇനി മാധ്യമങ്ങളെ കൂടി പറഞ്ഞു പോകാം. ഏതെങ്കിലും ഒരു കുടുംബത്ത് പോയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ ഇല്ലയോ എന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ, വെറും സാമാന്യ മര്യാദ
നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വാർത്തകൾ വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കാൻ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. മോദിയുടെ വരവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തന്നെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് BJP ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇനി ഇത്തരത്തിലുള്ള ഭക്തർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ മാത്രം ഇവിടുത്തെ ഭക്തജന സംഘടനകളൊന്നും രംഗത്തിറങ്ങില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, എപ്പോഴും സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകളെ ഞാൻ ചേർത്ത് പിടിക്കുന്ന ആളാണ്, എല്ലാവരോടും എനിക്ക് പുത്രി വാത്സല്യമാണ് എന്നൊക്കെ പറയുന്ന നടൻ സുരേഷ് ഗോപി തന്നെ ഈ ഒരു വിവാഹം, മറ്റുള്ളവരുടെ വിവാഹത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരോടൊന്ന് സംസാരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ ഇരട്ടത്താപ്പ് മുഖവും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും രാഷ്ട്രീയപരമായി മകളുടെ കല്യാണം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു സുരേഷ് ഗോപി. ഒപ്പം മോദി തൻ്റെ ഒരു പ്രഭാവം കൂട്ടാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു, അവിടെ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നു. അത്തരത്തിൽ രാഷ്ട്രീയപരമായൊരു മുതലെടുപ്പിന് മോദിയും ശ്രമിക്കുന്നു. അതിൽ പാവം കരുക്കളായി പോയത് അന്നത്തെ ആ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നിശ്ചയിച്ച സമയത്ത് നടത്താൻ ഉദ്ദേശിച്ച ആളുകളാണ്. ഒപ്പം തന്നെ അന്നത്തേക്ക് ദർശനത്തിനെത്താൻ തീരുമാനിച്ച ആളുകളൊക്കെ തന്നെ മോദിയുടെ വരവ് കൊണ്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥയാണ്. സത്യത്തിൽ നമ്മുടെ ഭരണഘടനയിലെ അവകാശങ്ങളുടെ ലംഘനം കൂടിയാണ് ഇത്തരത്തിൽ മോദിയുടെ വരവ് കൊണ്ട് ഈ ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ മോദിയാണ് വരുന്നത്, അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ സഹിക്കും, ഇല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ വരുന്നവരെ ഞങ്ങൾ വെറും അന്തംകമ്മികളോ ഇല്ലെങ്കിൽ സൈബർ ഗുണ്ടകളോ ഒക്കെ ആക്കി മാറ്റും എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോദി വരുമ്പോൾ എന്തുമാകാം, അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രശ്നമാക്കും എന്നാണ് എല്ലാ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളുടെ നിലപാട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ.